അമ്മ ഇതേ എൻ്റെ കയ്യിൽ എന്തോ കടിച്ചു, എനിക്ക് ചൊറിയുവാ. വല്ലപ്പോഴൊക്കെ തേച്ചൊരിച്ച് കുടിച്ചാൽ മതി. ഓ അമ്മയോട്. എടി കൊച്ചെ, അതുപോലെ തന്നെ നാളെ രാവിലെ 5 മണിയാകുമ്പോൾ നമുക്ക് ഈസ്റ്റർ കുർബാനയ്ക്ക് പോകാനുള്ളതാ. അപ്പോൾ നാളെ ഇടേണ്ട ഡ്രസ്സും സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു വെച്ചോ. 5 മണിക്കൊക്കെ എണീറ്റ് വരാൻ ഞാൻ ആ സമയത്ത് എണീക്കലൊന്നും നടക്കൂല. അതിനായിട്ട് നിനക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ആണെങ്കിൽ നിനക്ക് രാവിലെ നേരത്തെ എണീക്കാലോ. കൂട്ടുകാരുടെ കൂടെ കറങ്ങാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിനക്ക് നേരത്തെ എണീച്ചങ്ങ് പോകാലോ. പള്ളി പോകാനോ അല്ല പള്ളിയിൽ കുർബാനയ്ക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പള്ളി പോകാൻ പറ്റത്തില്ല. അല്ല പുതിയതായിട്ടൊരു സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞ് ചാടി എണീറ്റ് നേരത്തെ ഇറങ്ങി പോകണോണ്ടോ? അതിനൊന്നും ഒരു പ്രശ്നമില്ല. നേരമൊക്കെ നേരത്തെ എണീക്കാനൊന്നും അവർക്ക് ഒരു മടിയില്ല. പള്ളി പോകാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എണീക്കാൻ പറ്റത്തില്ല. പതുക്കെ പറ, നാട്ടുകാർ മൊത്തം കേൾക്കും. കേക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. നീ തല തെറിച്ച് പോയവര് നാട്ടുകാർ മൊത്തം അറിയട്ടെ. നിന്റെ മേത്ത് സാത്താൻ കയറിയതാ, അതാണ് നിനക്കിപ്പോ പള്ളി പോകാനൊന്നും ഇഷ്ടമല്ലാത്തത്. സാത്താൻ കയറിയതാ. അതെ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും കൂസലുണ്ടോ? പള്ളി വരാനോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അവർക്ക് അന്നേരം പുച്ഛഭാവം അവർക്ക് മൊത്തം. പൊന്നമ്മേ ഞാൻ വരാം. ഓരോ അനുസരണയും ദൈവഭയം ഇല്ലാത്ത ഒരുത്തിനാണല്ലോ എന്റെ കർത്താവേ നീ എനിക്ക് തന്നത്. എന്റെ പൊന്നമ്മേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ശരി എന്നാ. അബദ്ധമായിപ്പോയി, പറയണ്ടായിരുന്നു. എന്റെ കർത്താവേ, ഈ നാളെ രാവിലെ 5 മണി വരെ നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റത്തില്ല.